പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച സ്പീക്കർ. മദ്യനയത്തിൽ പ്രാഥമിക ചർച്ച നടന്നിട്ടില്ല എന്ന് എക്സൈസ് മന്ത്രി എം.പി. രാജേഷ്. ഇല്ലാത്ത മദ്യനയത്തിന്റെ പേരിൽ സഭ നിർത്തിവെച്ച് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും എം.പി. രാജേഷ് വ്യക്തമാക്കി. അതേസമയം ബാർക്കോഴ വ്യക്തമാക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നതെന്ന് റോജി എം. ജോൺ എം.എൽ.എ തിരിച്ചടിച്ചു. അഴിമതി നിരോധന നിയമം വെച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ഏറ്റവും പ്രാഥമികമായ ഘട്ടം എക്സൈസ് വകുപ്പ് മന്ത്രി ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി നടത്തുന്ന ചർച്ചയാണ്. ഈ വർഷം നയം ആവിഷ്കരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ പ്രാഥമിക ചർച്ച പോലും ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഇല്ലാത്ത ഒരു മദ്യനയത്തിന്റെ പേരിൽ പ്രാഥമിക നടപടികൾ പോലും സർക്കാർ ആരംഭിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിന്റെ മുകളിൽ ഇപ്പോ ഇവിടെ അവതരണാനുമതി തേടിയിട്ടുള്ള ഈ അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന കാര്യം സഭയെ അറിയിക്കുകയാണ്. സർ, കോഴ നൽകാനായി പിരിച്ചെടുത്ത പണം അത് ബാർ ഉടമകളുടെ അസോസിയേഷന്റെ രജിസ്റ്ററിലുണ്ടോ? പരിശോധിച്ചിട്ടുണ്ടോ? ആ രജിസ്റ്റർ കസ്റ്റഡിയിൽ എടുത്ത് പരിശോധിച്ചിട്ടുണ്ടോ? സർ, ബന്ധപ്പെട്ടവരെ ആരെയെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും ബന്ധപ്പെട്ടവരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചിട്ടുണ്ടോ? സർ, എല്ലാ തെളിവുകളും ഇവിടെയുണ്ട്. അതായത് പണപ്പിരിവ് നടന്നുവെന്ന്, 1/3 പിരിവ് നടന്നുവെന്ന് ഒരാൾ കൃത്യമായിട്ട് പറയുന്നു. പല ആളുകളോടും സംസാരിക്കുമ്പോൾ ഈ പിരിവ് നടത്താൻ ഉപയോഗിച്ച മാർഗങ്ങളും അതിനെക്കുറിച്ച് അതിനുവേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഇവിടെ നാട്ടിൽ പാട്ടാണ്. പക്ഷെ ഇതൊക്കെ നടന്നിരിക്കെ എന്തുകൊണ്ട് അഴിമതി നിരോധന നിയമപ്രകാരം ഒരു FIR ഇട്ട് കേസെടുക്കാനായിട്ട് ഈ സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ശാലിനി ചേർന്നു. ശാലിനി, ഒരു അടിയന്തര പ്രമേയം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന് കൃത്യമായി തെളിവുകൾ ഉണ്ട് എന്ന് റോജി എം. ജോൺ പറയുന്നു. തെളിവുകളായി അദ്ദേഹം നിരത്തിയത് എന്താണ്? ഒപ്പം ഒട്ടനവധി ചോദ്യങ്ങളും അദ്ദേഹം ചോദിച്ചു. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ? എന്തുകൊണ്ടാണ് അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി സ്പീക്കർ നിഷേധിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വീണ, ആദ്യ ദിവസമാണ് ഇന്ന് നിയമസഭയുടെ ആദ്യ ദിവസം തന്നെ അടിയന്തര പ്രമേയത്തിൽ സഭ പ്രക്ഷുബ്ധമാകുന്ന കാഴ്ചയാണ് ഇന്ന് നിയമസഭാ സമ്മേളനത്തിൽ കാണാനായത്. ബാർക്കോഴ തന്നെയാണ് സർക്കാരിനെതിരെ ആയുധമാക്കിക്കൊണ്ട് പ്രതിപക്ഷം സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസായി എത്തിക്കുകയും ചെയ്തത്. പക്ഷേ ഇതിന് അനുമതി നിഷേധിച്ചുകൊണ്ടായിരുന്നു ഭരണപക്ഷം ഇതിനെ നേരിട്ടത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ബാർക്കോഴ ആരോപണത്തിൽ നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഹസനമാണ് എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ നോട്ടീസുമായി എത്തിയ MLA റോജി എം. ജോൺ പറഞ്ഞത്. ഒപ്പം പരാതിയിൽ അന്വേഷിക്കുന്നത് ശബ്ദ സന്ദേശം എങ്ങനെ പുറത്തു വന്നു എന്നാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് അഴിമതി നിരോധന നിയമപ്രകാരം ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നില്ല സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് പ്രമേയത്തിലൂടെ അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ ബാർക്കോഴ ആരോപണത്തിൽ അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും ഒപ്പം തന്നെ ഈ വിഷയത്തിൽ മദ്യനയത്തിൽ പ്രാഥമിക ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതുമായിരുന്നു എക്സൈസ് മന്ത്രി M.P. രാജേഷിന്റെ വിശദീകരണം. ചീഫ് സെക്രട്ടറി നടത്തിയ യോഗം ഒപ്പം തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളുമായി ഒരു രീതിയിലും ചർച്ചകൾ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ജൂൺ 12, 13 തീയതികളിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തീരുമാനം അല്ലെങ്കിൽ യോഗം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മന്ത്രി തിരിച്ചടിച്ചത്. അതേസമയം തന്നെ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഈ വിഷയം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം ഇതിൽ വേണമെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വെല്ലുവിളിക്കാനും പ്രതിപക്ഷ നേതാവ് സഭയ്ക്കുള്ളിൽ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്നാൽ എന്തോ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി ഇതിൽ വിശദീകരണമായി അല്ലെങ്കിൽ മറുപടിയായി സഭയിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആദ്യ ദിനം തന്നെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ സഭ പ്രക്ഷുബ്ധമാക്കിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നടുത്തളത്തിൽ പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് UDFന്റെ MLA-മാർ പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വരും ദിവസവും ബാർക്കോഴയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സഭയ്ക്ക് അകത്തും പുറത്തും ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. വരുന്ന തുടർച്ചയായി നിയമസഭാ സമ്മേളനം നടക്കുന്ന തീയതികളിൽ സഭയ്ക്ക് അകത്തും പുറത്തും പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തുകയും ചെയ്യും. എന്തായാലും ഇന്ന് ഈ വിഷയത്തിൽ ഒരു രീതിയിലുള്ള നടപടിക്രമങ്ങളും പാലിക്കാതെ നടപടികൾ തങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വിശദീകരണം നൽകി മുഖം രക്ഷിക്കാനുള്ളൊരു നടപടിയാണ് എക്സൈസ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനവും. വീണ. ഓക്കെ.